അപ്പോൾ ഗൈസ് നമുക്കിതാണ് ഇന്നലെ റോഡ് സൈഡിൽ നിന്ന് കിട്ടിയ ഒരു ആമയാണിത് ഗൈസ്. അപ്പോൾ ഇതാ ഇസുവും അമ്മയും ഇവിടുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. നമ്മളിതാണ് ഒരു പാട്ടയും പിന്നെ ഒരു കുപ്പിയിൽ ഇങ്ങനെ ഡെക്കറേറ്റെല്ലാം ചെയ്ത് വെച്ചിട്ട് ഗൈസ്. ഇതാ പൂയെല്ലാം നിറച്ചിട്ട് ഇന്നല്ലേ നമുക്ക് യൂട്യൂബിലല്ലേ 1 മില്യൺ അടിച്ചേ, ഇന്ന് ഇൻസ്റ്റയിൽ. അതുകൊണ്ട് ഞാൻ കേക്ക് ക്ലബ്ബ് കേക്ക് വാങ്ങി. പാപ്പ ഇവിടെ ഇല്ലേ? പാപ്പ ഗുളിക കുടിച്ചിട്ട് ഉറങ്ങുന്ന. അന്നാ നമുക്ക് പാപ്പാനെ സർപ്രൈസ്. പാപ്പ ഇപ്പൊ സന്തോഷത്തിൽ തുള്ളു. ഞാൻ കേക്ക് ക്ലബ്ബിൽ പോയി. അപ്പൊ ഇത് കേക്ക് വാങ്ങുന്ന സമയത്ത് വേറെ എനിക്ക് കാണിച്ചാൽ നിങ്ങളെ വീഡിയോ ഉണ്ടല്ലോ 1 മില്യൺ വ്യൂവേഴ്സ് ആയി, 1 മില്യൺ ആയിരുന്നു. മറ്റേ ഇതാ കേക്ക് ക്ലബ്ബ് സബ്സ്ക്രൈബ്. ഹാപ്പി മാഷാഅല്ലാ മാഷാഅല്ലാ 1 മില്യൺ, രണ്ടാമത്തെ 1 മില്യൺ നമ്മളെ ലൈഫിൽ. ഇതാ ആദ്യമായിട്ട് ഫസ്റ്റ് നമുക്ക് യൂട്യൂബിൽ 1 മില്യൺ ഇന്നലെ ഒരു വീഡിയോ അടിച്ച്. ഇത് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാൻ വെച്ച് രാത്രിക്കൊക്കെ ആവുള്ളൂ എന്നതാ. മാഷാഅല്ലാ താങ്ക്സ്, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഒരൊറ്റ ഒരാൾ കാരണമാണ് നമുക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയത്. ഭയങ്കര സന്തോഷമുണ്ട്. കേക്ക് കുറിക്കട്ടെ? വാ 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 വാ. അപ്പൊ ഗൈസ് ഒരുപാട് സന്തോഷം തരുന്ന ദിവസങ്ങളാണ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട്. അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങളെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നതിൽ ഒരുപാട് തീർച്ചയായിട്ടും നിങ്ങളെ എത്രത്തോളം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന അതിനനുസരിച്ചുള്ള വീഡിയോസ് എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. അതെ അതെ തീർച്ചയായിട്ടും ഓരോ വീഡിയോസിന്റെ വ്യൂസ് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നേരം നമ്മളെ മനസ്സിലുണ്ടാകുന്ന ആ സന്തോഷം അതാണ് നമ്മളിവിടെ പ്രകടിപ്പിക്കുന്നത്. ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ചെയ്തു വരുന്ന ആ ഒരു കണ്ടന്റിന്റെ അതിന്റെ റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിൽ ഉപരി വേറൊന്നുമില്ല. അതിന് സപ്പോർട്ട് വേണ്ടത് നിങ്ങൾ തന്നെയാണ്, വ്യൂവേഴ്സ് ആണ്. വ്യൂവേഴ്സ് ശങ്കളായിട്ടുള്ള നമുക്ക് ഇപ്പൊ നമ്മളെ യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റയിലായിക്കോട്ടെ മലപ്പുറം, ഒറ്റപ്പാലം, എറണാകുളം, ആലപ്പുഴ ആ ഒരു സൈഡിൽ നിന്നുള്ള ആൾക്കാർ ഒരുപാട് ചങ്കുകൾ നമ്മളെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അത് മാത്രമല്ല നമ്മളെ കണ്ണൂരുകാരും നമ്മളെ നാട്ടുകാരും ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമുക്ക് തന്ന ഈ ഒരു അംഗീകാരം ഭയങ്കര തന്നെയാണ് ശരിക്കും പറഞ്ഞാല് അല്ലേ? എങ്ങനെയാ എന്താ ഈ ഇത്രയും ദിവസം ഈ അടികൂടിയന്റെ എഫക്ട് കിട്ടിയായിരിക്കും ഈ ഒരു വീഡിയോന്റെ ശരിക്കും പറഞ്ഞാല് പറയാൻ പോയത്. അപ്പൊ ഞാന് രണ്ട് വീഡിയോയിലും രണ്ടാൾക്കും രണ്ട് രീതിയിലുള്ള കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എൻജോയ് ചെയ്തു നമ്മള് നല്ല രീതിയിൽ. ആ കമന്റുകൾ എന്ന് വെച്ചാല് ഭയങ്കര രസമായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്നെ മോശമാക്കിയിട്ടുള്ള കമന്റുകൾ അത് നമ്മള് അതാണ് വേണ്ടത് നമുക്ക്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഇത് ചെയ്യുന്ന അതിനനുസരിച്ചിട്ട് നമ്മള് ആക്റ്റീവായിട്ട് എന്താ പറയണ്ടേ അതിന് പ്രിപ്പയർ ആയിട്ടുള്ള സാധനം കൊണ്ട് വരുന്നതായിരിക്കും. അങ്ങനെയുള്ള കമന്റുകൾ ഇനിയും ഇട്ടോ. നമ്മൾ അതിനെല്ലാം ലൈക്ക് ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒരു കമന്റ് നമ്മൾ മറച്ചു വെച്ചിട്ടില്ല, എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെ ഉണ്ട് എന്നാലും. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്, താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് ആൻഡ് ഷെയറിങ്. സപ്പോർട്ടും അതുപോലെ തന്നെ ഇതേപോലെ തന്നെ ഷെയർ ചെയ്തിട്ട് നമ്മളെ സഹായിക്കണം. നിങ്ങൾ ഒരൊറ്റ ആൾക്കാരുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു രണ്ട് വീഡിയോസ് കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മളെ യൂട്യൂബില് നമ്മൾ പാത്രം കഴുകുന്ന വീഡിയോ 1 മില്യൺ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇൻസ്റ്റാഗ്രാമില് ജീവമ്മ ആ ഡോറങ്ങടക്ക് എന്നുള്ള ആ ഒരു വീഡിയോ നമ്മള് എന്താ പറയണ്ടേ 1 മില്യൺ അടിച്ച്. ഇപ്പൊ ജസ്റ്റ് ശരിക്കും പറഞ്ഞാല് ഈ വീഡിയോ നമ്മൾ ഇന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തേക്ക് നമ്മൾ വേറെ വീഡിയോ ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇത് നമുക്ക് ഇടാതിരിക്കാൻ വയ്യ. എന്താ വെച്ചാൽ നമ്മളെ സന്തോഷം അത് അറിയിക്കാതിരിക്കാൻ വയ്യ അല്ലെ? അത്രയും ഹാപ്പി മൂമെന്റിലാണ്. ആ വീഡിയോസിന്റെ ബിഹൈൻഡ് ഒക്കെ നല്ല രസമുള്ള സീനായിരുന്നു. ഞാൻ അതായിരുന്നില്ല പറയാൻ ഉദ്ദേശിച്ചപ്പോ മൂപ്പർ പറഞ്ഞു ഇങ്ങനല്ലേ ഏതായാലും അന്നിങ്ങനെ പറഞ്ഞ ഇതിന്റെ വീഡിയോസിൽ അതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് പറയാം. ആ ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു വന്നോണ്ടിരുന്നത്. ആ ഒരു വീഡിയോസ് കണ്ടിന്യൂ എല്ലാം എന്താ പറയണ്ടേ കണ്ടിന്യൂ ആയിട്ട് നമ്മള് എന്താ പറയണ്ടേ ഒരു ട്രിപ്പിന്റെ വീഡിയോസ് അതിന്റെ കണ്ടിന്യൂ വീഡിയോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ കോമഡി രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വരികയായിരുന്നു. അപ്പൊ അത് മാത്രല്ല ഇതാ
മക്കൾക്കെല്ലാം അസുഖമായിരുന്നു. പക്ഷെങ്കിൽ ഈ ഒരു സംഭവം ഇന്നലെ ഇന്ന് ആയിട്ടുള്ള ഭയങ്കരമായിട്ട് അല്ലേ ഇഷ്ടപ്പെട്ടില്ല? നിങ്ങൾക്ക് രണ്ടാക്കത്തെ പറയാനുള്ള പറഞ്ഞ ഷെയറും ചെയ്യണം, ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പൊ ഇതെല്ലാം ചെയ്തു വെച്ച മക്കളെ നമ്മള് ഇന്നത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വേറെ വീഡിയോ ആയിരുന്നു ഞാൻ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെങ്കില് ഇത് പെട്ടെന്ന് തീരുമാനിച്ച ഒരു ഇതാണ്. പക്ഷെങ്കിൽ എനിക്കൊരു സർപ്രൈസ് കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നമുക്ക് ഇവര് തന്നിട്ടുള്ളത്. നമ്മളിപ്പോ പറഞ്ഞു വന്നത് 1 മില്യൺ അടിച്ച 2 വീഡിയോസിന് വേണ്ടി ജീവമിത സർപ്രൈസ് ഒരു കേക്കും വാങ്ങിയിട്ടാ വന്നത്. അതിനിടക്ക് ജസ്റ്റ് കേക്ക് കൊണ്ടത് അതുപോലെ ഫൈസ് റൂട്ട് മാപ്പ് ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എടുത്തിട്ട് വാ. ഇപ്പൊ ഇങ്ങനെയായി മാറിയിരിക്കുന്നു. ഞാൻ എന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് സ്ലിപ്പായിക്കൊണ്ട് ഞാൻ സ്ലിപ്പായി 1 മില്യൺ പക്ഷേ മൂപ്പരെ കയ്യിൽ തന്നെ വീണിട്ട് പക്ഷെ അതിന്റെ ബോക്സിൽ തന്നെയാണ് ഉള്ളല്ലേ, ബോക്സിൽ തന്നെ ഉണ്ടായിരുന്നേ. അപ്പൊ അങ്ങനെ കൊളായിട്ടുണ്ട് ഗൈസ്. അതേപോലെ തന്നെയാണ് ഇത് പ്രതീക്ഷിക്കാത്ത വീഡിയോസ്. നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ വീഡിയോസിനും നമ്മൾ ഒരു എഫേർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ചില സമയം ഒരുപാട് സമയം എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് അല്ലെ. ഇത് 1 മിനിറ്റിൽ ആണ് വീഡിയോ ഉള്ളത്. പക്ഷെ ചില സമയം നമ്മൾ 1-2 മണിക്കൂർ പ്രിപ്പയർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. പലപ്പോഴും കൊളാവും, അടിയാവും ശരിക്കും. എന്നിട്ടൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വീഡിയോസ് അല്ല ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പൊ നിങ്ങൾ തന്ന സപ്പോർട്ട് ഒരിക്കലും മറക്കാൻ പറ്റൂല. വീണ്ടും പറയാന്ന് നിങ്ങളെ സപ്പോർട്ട് മുന്നോട്ടും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ ഇനിയും വീഡിയോസ് വരുന്നതാണ്. അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാം. എന്നാ ഓക്കെ, കേക്ക് ഇതാ മുറിക്കുകയാണ്. റെഡി 1 2 3. ഞാൻ പൊട്ടുന്നില്ല, തിരിച്ചു ഇവിടെ കേക്ക് മുറിച്ച് കഴിഞ്ഞു ഗൈസ്. അമ്മുറി കേക്ക് മുറിച്ച് പാമ്പൊക്കെ കായി. കേക്ക് മുറിച്ചിട്ട് ഞാനും പൊടിച്ചു. 1 million for viewers. Happy 1 million. Happy 1 million. അപ്പൊ ഓക്കെ, ക്യാമറ വിളി. നമുക്ക് രണ്ടാക്കും കൊടുക്കാം. ക്യാമറമാൻ ജിയാനോടൊപ്പം. അതേപോലെ തന്നെ നമുക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്. ഇൻസ്റ്റയിലായിക്കോട്ടെ നമ്മളെ ഫോളോവേഴ്സ് കുറവാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമുക്ക് അല്ലെ അതൊന്ന് ഫോളോവേഴ്സിനെ ഒന്ന് റെഡിയാക്കി തരാൻ വേണ്ടി പറ്റും. പ്ലീസ് അതൊന്ന് ചെയ്തു തരണം എന്തായാലും. പിന്നെ അതുകൂടാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളടുത്ത്. ഇൻസ്റ്റ കാണുന്ന ആളുകൾ നമ്മളെ യൂട്യൂബ് കാണുന്നുണ്ടോ എന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താ വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൂടിയാണിത്. ഈ യൂട്യൂബില് നമ്മളെ ഒരുപാട് യാത്രാ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ ആയിട്ട് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള ടു ലഡാക്ക് നമ്മൾ കാർ ലൈഫ് ഈ കുട്ടികളൊക്കെ ആയിട്ട്. അന്ന് 3.5 വയസ്സായിരുന്നു ഈ അമ്രക്കുട്ടിക്ക്. നമ്മൾ യാത്ര ചെയ്ത് 3 വയസ്സ് ശരിക്കും പറഞ്ഞാൽ 3 വയസ്സ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ആ ഒരു കാർ ലൈഫ് യാത്ര വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. പുതുതായിട്ട് വന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മളെ യൂട്യൂബിൽ തന്നെ. അപ്പോൾ അവർക്കൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബിലായിക്കോട്ടെ നമുക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഇപ്പൊ അൽഹംദുലില്ലാ അല്ലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ ഫോളോവേഴ്സ് വീണ്ടും അൽഹംദുലില്ലാ ഫോളോവേഴ്സ് കയറി വരുന്നുണ്ട്. പക്ഷെങ്കിൽ പോരാ, നിങ്ങളെ ഈ കാണുന്ന ആളുകള് ഒന്ന് നല്ല രീതിയിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ ഈ സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ റീച്ച് ഒന്നും കൂടി കൂടും അല്ലെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് മാക്സിമം ഈ തന്ന സപ്പോർട്ട് തന്നെ അങ്ങോട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് നമ്മള് ഇനിയും വീഡിയോസ് നല്ല നല്ല വീഡിയോസ് വരുന്നതാണ് അല്ലേ. അപ്പൊ എന്താ പറയാ, എനിക്കെന്താ അറിയാനല്ലേ
അത് ഈ ഒരു സമയത്ത് നിൽക്കുന്ന സമയത്ത് കുറച്ചൊരു അഭിമാനം ഉണ്ട്. എന്താ വെച്ചാൽ ഒരുപാട് ഫാനോട് ആദ്യം യൂട്യൂബ് തുടങ്ങിയ മുതലേ ചോദിക്കലുണ്ട് എന്തെന്നാണ് ഇനി എന്തിന്റെ ഇതാ പിന്നെ ഇത്രയേ ഉള്ളൂ ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കേൾക്കാറുണ്ടല്ലേ. അത് ശരിക്കും പറഞ്ഞാല് നമ്മള് വീഡിയോസ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആകെ യൂട്യൂബില് 50 ആള് 100 ആള് അതിങ്ങനെ കയറി 500-ലേക്ക് എത്തി 1000-ലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇറങ്ങിപ്പോയി. പക്ഷെ നമ്മളിപ്പോ റീൽസ് ഷോർട്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് നമുക്ക് യൂട്യൂബിൽ വ്യൂസ് വന്നു തുടങ്ങി അല്ലെ. അപ്പൊ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത വീഡിയോസിലൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാല് വ്യൂസും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെയ്ത എഫേർട്ടിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ ചില സമയം നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുമായിരിക്കും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് അല്ലെ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കേരള ടു ലഡാക്ക് ഏത് രീതിയിൽ യാത്ര ചെയ്യാന്നുള്ളതിന്റെ റൂട്ട് മാപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ചാനലിന്റെ ഉദ്ദേശം തന്നെ ആ ഒരു കാര്യം എന്നാണ്, ഫൈസ് റൂട്ട് മാപ്പ്. നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മള് ആ ഒരു ചാനലിന്റെ നെയിം ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അൽഹംദുലില്ലാ ഇന്നും എന്റെ എവിടെ നിന്നൊക്കെയോ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് ലഡാക്കിലേക്ക് നെക്സ്റ്റ് എവിടെയാ കാശ്മീരിന് നെക്സ്റ്റ് സ്റ്റേ എവിടെയാ ചെയ്യാൻ വേണ്ടി പറ്റൂ, പിന്നെ ലഡാക്കിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് ഇതൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അവർക്കൊക്കെ നമ്മൾ ഓരോ ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ അതൊരു വേറെ ലെവലാണ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് നമ്മളെ വിജയം എന്ന് പറയുന്നത് യൂട്യൂബിൽ. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തത്. സ്കൂളിലെ പുസ്തകം നോക്കി പഠിക്കുന്നതിനെക്കാളും അവിടെ പോയിട്ട് ഈസി അല്ലേ കുട്ടികൾക്ക് ഈ യാത്ര ചെയ്ത് നമ്മളെ ഈ കുട്ടികൾക്ക് തന്നെ എന്തൊക്കെ കണ്ടിട്ട് നമ്മള് യാത്രയില് കൊറേ കാഴ്ചകളും കണ്ടിട്ടുണ്ട്, മലകളും കണ്ടിട്ടുണ്ട്, നമുക്ക് പഠിക്കാനെല്ലാം പറ്റിയിട്ടുണ്ട്. പിന്നെ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ചൈന ബോർഡർ, സൗദി ബോർഡർ, ഇന്ത്യ ബോർഡർ, പാകിസ്ഥാൻ ബോർഡർ എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ട്. എന്തെല്ലാം കണ്ടേ പോയിട്ട് നമ്മള് ഡൽഹിയിൽ എന്തെല്ലാം നമ്മള് താജ്മഹൽ, റെഡ് ഫോർട്ട്, എന്താ ഇത് റെഡ് ഫോർട്ട്, ഇന്ത്യ ഗേറ്റ്, ഗോൾഡൻ ടെമ്പിൾ പഞ്ചാബിൽ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മള് സ്കൂളിൽ നിന്ന് പഠിക്കുന്നതിനുപരി നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ എൻ്റെ കുട്ടികൾക്ക് എനിക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എനിക്ക് എന്ത് അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റി എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു ഇൻഫർമേഷൻ. യാത്ര നല്ല തന്നെയാണ്, പക്ഷെങ്കിൽ പഠിത്തം നിർത്തിയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. വെക്കേഷൻ വരുന്ന സമയത്ത് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഒന്ന് യാത്ര പോവാന്നെല്ലാം പറഞ്ഞാൽ കുട്ടികൾക്ക് എനർജി. എനിക്കും തോന്നുന്നു ഇപ്പൊ 2 നമ്മളിപ്പോ ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുത്ത് 2 ദിവസം കഴിഞ്ഞാൽ കുട്ടികൾ അത് അവിടെ അതേ സ്ഥാനത്ത് നമുക്ക് അവര് ജീവിതത്തിൽ എപ്പോഴും ഇപ്പൊ അവളൊക്കെ പറയുന്ന ആ ഒരു കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനം തോന്നും. നമ്മളത് അവരുടെ ജീവിതത്തിലാണ് അതൊരു കുത്തിവെച്ചതുപോലെയാണ് സപ്പോർട്ട് തന്നത് നമ്മളെ. ശരിക്കും പറഞ്ഞാൽ അത് മാത്രമല്ല, ഈ നമ്മള് 16 സംസ്ഥാനത്ത് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. 16 സംസ്ഥാനത്ത് യാത്ര ചെയ്ത സമയത്ത് ഇവർക്ക് ഓരോ സംസ്ഥാനത്തിന്റെയും നമ്പർ പ്ലേറ്റ് നോക്കിയിട്ട് ഇവര് പറയും. ഹരിയാന, ബോംബെ, കേരള, തമിഴ്നാട്, അതേപോലെ തന്നെ ഇങ്ങനെ അല്ലെ നമ്പർ പ്ലേറ്റ് കണ്ടേ വായിക്കൂലേ ഓരോന്നിന്റെ ഡൽഹിന്റെ DL അങ്ങനെ ഓരോന്ന് ഹിമാചൽ, ജമ്മു കാശ്മീർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് റിയൽ ലൈഫിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റി. അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യല്ലേ. ഒരുപാട് ലെങ്തി ആയി പോയി, അത് സന്തോഷം കൊണ്ട് പറഞ്ഞ് പാടി കയറി പോയതാണ്. അപ്പൊ എല്ലാരും ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക്